Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വരുത്തിയെങ്കിലും കേരളം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഇതിനായി 1000 കോടി രൂപ അധികമായി നീക്കിവെച്ചു. ജീവനക്കാരിൽ സാർ, ഒന്നാമത്തത് ശമ്പള പരിഷ്കരണമാണ് സാർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സാർ, DA DR കുടിശ്ശിക. സാർ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സാർ, DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സാർ, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്. സാർ, ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. അഷ്വേർഡ് പെൻഷൻ. സാർ, സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് അഷ്വേർഡ് പെൻഷൻ പദ്ധതി ചുവടെ പറയുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു. സാർ, അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPS നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അതിൽ തുടരാം, പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സാർ, ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. സാർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. സാർ, വിഭവ സമാഹരണം. സാർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ നികുതി ഭാഗമാണ്. സാർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. സാർ, GST നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള ചില നിയമങ്ങളുടെ ഭാഗമായുള്ള കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി 2024 ബജറ്റിൽ ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ പ്രസ്തുത പദ്ധതിയുടെ കാലാവധി അവസാനിച്ച ശേഷം തീർപ്പാക്കിയ പല നികുതി നിർണയ ഉത്തരവുകളിലും ഇത്തരത്തിൽ 50,000 രൂപ വരെയുള്ള നികുതി കുടിശ്ശികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മേലാനുകൂല്യം 2025 ആംനസ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, പദ്ധതിയിൽ വിഭാഗങ്ങൾക്ക് ഉൾപ്പെട്ടപ്പെട്ട കുടിശ്ശികൾ തീർപ്പാക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകളും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള അനേക കുടിശ്ശികൾ തീർപ്പാക്കാതെ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ 2024 ആംനസ്റ്റി സ്കീമിൽ ഉൾപ്പെട്ട മുൻകാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കും. നാം കേരളീയർ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മുന്നേറണം. ഐക്യത്തോടെ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാം. നമ്മുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഭാവിക്കായി കരുതലോടെ സംസ്ഥാന താല്പര്യം ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഭാവിയിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. സാർ, ഇനി ഞാൻ 2025-26 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും 2026-27 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കട്ടെ. സാർ, 2025-26 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്. റവന്യൂ വരവ് 1,37,082.61 കോടി. റവന്യൂ ചെലവ് 1,73,971.80. റവന്യൂ കമ്മി 36,889.19. മൂലധന ചെലവ് 15,632.07. വായ്പകളും മുൻകൂറുകളും തനി 1,428.24. പൊതുക്കടം തനി 49,908.80. പൊതുക്കണക്ക് തനി 4,000. ആകെ കമ്മി 40.71 കോടി. വർഷാരംഭ രൊക്ക ബാക്കി 3,341.74 കോടി. വർഷാന്ത രൊക്ക ബാക്കി 382.45. സാർ, 2026-27 ബജറ്റ് എസ്റ്റിമേറ്റ് രൂപ കോടിയിൽ. റവന്യൂ വരവ് 1,82,972.10. റവന്യൂ ചെലവ് 2,17,558.76. റവന്യൂ കമ്മി
34,586.66. മൂലധന ചെലവ് 19,384.86. വായ്പകളും മുൻകൂറുകളും 1,447.99. പൊതുക്കടം 51,378.49. പൊതുകണക്ക് 4,000, ആകെ കമ്മി 41.01. വർഷാരംഭ രൊക്കബാക്കി 382.45. വർഷാന്ത്യ രൊക്കബാക്കി 423.46. സാർ, ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ്, ഈ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിച്ച അധിക ചെലവ് 1,350 കോടി. വർഷാന്ത്യ രൊക്കബാക്കി 1,773.46. സാർ, 2026-27 ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. Thank you.